എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാം. മലബാർ ബിരിയാണിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ബാസ്മതി റൈസ് യൂസ് ചെയ്തിട്ട് കുറേ മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഹൈദരാബാദി ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷേ റഫ്ലി അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുള്ളത്. ചിക്കന് നല്ല ഉണ്ടാവും. ഇത് ബോൺസ് ഉള്ളതാണ് ഏറ്റവും നല്ലത്. ഇതിൽ ബോണില്ല. പിന്നെ ഇത് ഒരു 2.5 കപ്പ് ബാസ്മതി അരി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു 15 മിനിറ്റ്സ്. പിന്നെ ഈ ഹോൾ സ്പൈസസ്, ഇതിൻ്റെ കൂടെ ഷാജീരകവും കൂടെ വേണം. പിന്നെ പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി അത് പേസ്റ്റ് ആക്കണം. പിന്നെ ഗരം മസാലപ്പൊടി, ഇത് ബിരിയാണിക്കെല്ലാം ഉണ്ടാക്കുന്ന മസാല തന്നെ. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി അതുപോലെ തന്നെ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ ആയിരുന്നു. പിന്നെ ഉപ്പിട്ടിട്ട് ബീഫിൽ ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ചില്ലി ഇടുക. പിന്നെ ലെമൺ വേണം, കുറച്ച് തൈരും വേണം പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ക്രഷ് ചെയ്ത് ജിഞ്ചർ ഗാർലിക് ചില്ലിയും ഉപ്പും ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ മസാലകളെല്ലാം ഇനി എടുത്തിട്ടിടാം. ഇതിന് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, വേറെ ഇതെല്ലാം കൂടെ ഇനി ഹോൾ സ്പൈസസ് ഇടുക. അത് സ്റ്റാർ ആനീസാണ്. പിന്നെ ഹോൾ സ്പൈസസിൻ്റെ അകത്ത് ഒരു പോർഷനേ ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കി കുറച്ച് നമുക്ക് റൈസിനും കൂടെ വേണം. നല്ല എരിവും നല്ല സ്പൈസി ആയിട്ട് വേണ്ടുന്നവർ ഇതെല്ലാം കുറച്ച് നല്ലോണം കൂട്ടിയിട്ടോ. ഇതിന് നല്ല രുചിയുണ്ടാവും ഇങ്ങനെ കൂട്ടി എരിവായിട്ട് കഴിക്കാനും വേണ്ടിയിട്ട്. സാജീരകം വേണം, ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ടു 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ലൈമ്, പിന്നെ തൈരും വേണം ആ പുളിക്ക്. എല്ലാം കൂടെ നന്നായി തേച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് കുരുവെല്ലാം എടുത്ത് മാറ്റുക. ഈ നോർത്തിലോട്ടെല്ലാം നമ്മൾ കുറച്ച് സ്വീറ്റായിട്ടുള്ള ബിരിയാണിയൊന്നും അവർക്ക് അത്ര താല്പര്യമില്ല, ഇങ്ങനെ നല്ല എരിവുള്ളതാണ് ഇഷ്ടം. പിന്നെ പാകിസ്ഥാനി ബിരിയാണീൻ്റെ അകത്ത് വേറെ എന്തെല്ലോ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. പ്ലം, ഡ്രൈഡ് പ്ലം, ആംചൂർ, അതെല്ലാം. ഇതിനിപ്പോൾ തക്കാളി ഉള്ളിയും അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 3 തക്കാളിയും 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഹൈദരാബാദി ബിരിയാണിയിൽ അത് ഉള്ളീനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബിസ്ത ആക്കുന്ന പോലെ ചെയ്യും. ഇതിൽ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, വഴറ്റി എടുക്കുക തന്നെയാണ്. ബിസ്ത ആക്കുമ്പോൾ കുറേ ഓയിലൊക്കെ വേണം, അപ്പോൾ അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ബീഫ് മിക്സ് ചെയ്ത് വെച്ചു. ചിക്കൻ ആണെങ്കിൽ നമ്മൾ പ്രഷർ കുക്കൊന്നും ചെയ്യേണ്ട. ബീഫ് ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പ്രഷർ കുക്കറിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഒരു 2 വിസിൽ മതിയാവും. പിന്നെ തക്കാളിയും മേലെ വിരിച്ചിട്ട് നമുക്കിനി മുടി വേവിക്കാം. സൈഡിൽ നമുക്കിനി അരിൻ്റെ പണി നോക്കാം. അതിൽ നെയ്യ് ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ടതാണ്. ഇതിപ്പോൾ ബീഫ് ആയത് കാട്ടിത്തരാണ്. ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്, കുറച്ച് ചാറുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് വറ്റിക്കൊന്നും വേണ്ട. ഇതാണ് നമ്മളിനി റൈസിലേക്കും കൂടെ എടുക്കുക. അപ്പം അരി ഇപ്പോൾ 2.5 കപ്പ് അരി എടുത്തതിന് ഞാൻ ആകെ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇതൊരു 3/4 വേവേ ആയിട്ടുള്ളൂ അരി. എന്നിട്ട് ഇനി ഞാൻ ചാറോട് കൂടെയുള്ള ബീഫിൻ്റെ അകത്തേക്ക് വെന്ത ചോറിന് ഇടുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് സാഫ്രൺ ആണെങ്കിൽ സാഫ്രൺ ഉണ്ട്. ഇതിപ്പം ഞാൻ മഞ്ഞൾ കലക്കി ഒഴിച്ചതാണ്. പിന്നെ കൊറിയാൻഡറും മിൻറ്റും എല്ലാം അരിഞ്ഞിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഇനിയൊരു ദം ഇടുകയാണ്. ഇത് ഞാൻ കാസ്റ്റ് അയണിൻ്റെ പോട്ടാണ്, അതുകൊണ്ട് നല്ല ഹെവി ലിഡാണ്, അതിൽ സ്റ്റീമൊന്നും എസ്കേപ്പ് ആവില്ല. ഞാൻ കുറച്ച് നേരം ബേക്ക് ചെയ്യാൻ ഇടുകയാണ്. ഒരു 10-15 മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം നല്ല പിടിച്ച് അകത്തുള്ള ചാറെല്ലാം വറ്റി ഇതായിട്ടുണ്ടാവും. കണ്ടില്ലേ? അത് എന്നിട്ട് നമുക്ക് സാധാരണ ബിരിയാണി പോലെ അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഇത് ചിലവർക്ക് നല്ല കൂടുതൽ സ്പൈസി ആയി വേണ്ടവർ നല്ലോണം മുളകും ബാക്കി സ്പൈസസും എല്ലാം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെപ്പർ കടിക്കാൻ കിട്ടുന്നത് നല്ല രുചിയാണ്. ഹോൾ പെപ്പർ അതും കൂട്ടിയിട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ബാസ്മതി റൈസിൽ മാത്രമേ ചെയ്താലേ നല്ല ഉണ്ടാവുള്ളൂ. ഏറ്റവും ലോങ് ബാസ്മതി കിട്ടിയാൽ അത്രയും നല്ലത്. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് കേട്ടോ.